അന്ന് അവരിലൂടെ ലഭിച്ച വിശ്വാസം പകർന്നു കിട്ടിയ വരും തലമുറയാണ് ഇന്നിവിടെ ഇടവക സമൂഹത്തിൻ്റെ നട്ടെല്ലായി നിലകൊള്ളുന്നത്. ഇതിനു മുമ്പ് ഇടവകയിൽ പോപ്പുലർ മിഷൻ ധ്യാനം 8-10 വർഷങ്ങൾക്ക് മുമ്പ് നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പോപ്പുലർ മിഷൻ ധ്യാനത്തിൻ്റെ വലിയ സന്തോഷത്തിൻ്റെ അനുഭവം എന്താണ് എന്ന് അനുഭവിച്ചറിഞ്ഞിട്ടുള്ള ആളുകളായതുകൊണ്ട് തന്നെ ഈ പോപ്പുലർ മിഷൻ ധ്യാനം തുടങ്ങിയ അന്ന് മുതൽ ഈ അവസാനിക്കുന്ന ഈ ദിവസം വരെ എല്ലാവരും വളരെ സന്തോഷത്തോടെ തീക്ഷ്ണതയോടുകൂടി പങ്കെടുക്കുകയായിരുന്നു ചെയ്തത്. തീർച്ചയായിട്ടും തുടങ്ങിയ ദിവസം ഞായറാഴ്ച വൈകുന്നേരം വലിയ മഴയും കാറ്റുമൊക്കെ ഉണ്ടായിരുന്നു. പിറ്റേ ദിവസം രാവിലെയും ഉണ്ടായിരുന്നു. അതിന് 2 ദിവസം മുമ്പ് ഇവിടെ വലിയ കാറ്റുണ്ടായി കുറേ നാശനഷ്ടങ്ങൾ, കനത്ത നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എങ്കിലും അതിനെയൊന്നും വകവെക്കാതെ ഇടവക സമൂഹം ഈ വലിയ മഴയ്ക്കിടയിലും ഒരുമിച്ച് കൂടി ധ്യാനത്തിൽ പങ്കെടുക്കാനായിട്ട് എത്തിച്ചേർന്നു എന്നുള്ളത് വലിയ ദൈവകൃപയുടെ അവസരമായിട്ട് തന്നെ കരുതുകയാണ്. ഈ 5 ദിവസവും ഈ ജനത്തെ സംബന്ധിച്ചിടത്തോളം സന്തോഷത്തോടു കൂടി അവർ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിച്ച അവസരമാണ്. യേശുവിന്റെ പിന്നാലെ അടിവച്ചണിയായി യേശുവിന്റെ പിന്നാലെ പോവുക നാം യേശുവിന്റെ പിന്നാലെ സ്നേഹത്തിന്റെ പതാകയുമേന്തി യേശുവിന്റെ പിന്നാലെ പോവുക നാം യേശുവിന്റെ പിന്നാലെ വിശ്വാസത്തിൻ ദീപവുമേന്തി യേശുവിന്റെ പിന്നാലെ. അപ്പസ്തോല പ്രവർത്തനം 1-ാം അധ്യായം 8-ാം തിരുവചനം. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ജെറുസലേമിലും യൂദയ മുഴുവനിലും സമരിയായിലും ഭൂമിയുടെ അതിർത്തികൾ വരെ നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കുകയും ചെയ്യും. തൊട്ടടുത്ത വചനം 9-ാം തിരുവചനം. ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ നോക്കി നിൽക്കെ അവൻ ഉന്നതങ്ങളിലേക്ക് സംവഹിക്കപ്പെട്ടു. ഒരു മേഘം വന്ന് അവനെ അവരുടെ ദൃഷ്ടിയിൽ നിന്ന് മറച്ചു. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളെ ശക്തിപ്പെടുത്തും, ബലപ്പെടുത്തും. നമ്മുടെ എല്ലാവരുടെയും ജീവിതങ്ങളിൽ സഹായകനായിട്ട് ദൈവം അയച്ച പരിശുദ്ധാത്മാവ് നമ്മളെ ശക്തിപ്പെടുത്തും. അടുത്തിരിക്കുന്ന ആൾക്കൊരു ഷെയ്ക്കാൻ്റെ കൊടുത്ത് പറഞ്ഞ് പരിശുദ്ധാത്മാവ് നിന്നെ ശക്തിപ്പെടുത്തും. പറഞ്ഞേ, ഒന്ന് പറഞ്ഞേന്നേ. പരിശുദ്ധാത്മാവ് അത് ഒരു ശക്തിയോടെ പറ, ബലത്തോടെ പറ. ഇടതും വലതും ഇരിക്കുന്ന ആളുടെ മുഖത്ത് നോക്കി പുഞ്ചിരിച്ച് ഉറപ്പോടെ പരിശുദ്ധാത്മാവ് നിന്നെ ശക്തിപ്പെടുത്തും. പറഞ്ഞേ ഹല്ലേലൂയ. ഇനി ആ വലതുകരം ഒന്ന് ഹൃദയത്തോട് ചേർത്ത് വെച്ച് ഒരു വിശ്വാസത്തോടെ ഇങ്ങനെ പറഞ്ഞ് പരിശുദ്ധാത്മാവ് എന്നെ ശക്തിപ്പെടുത്തും. പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഇനി എന്ത്, ജീവിതത്തിൽ ഇനി എന്ത് എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരമാണ് പരിശുദ്ധാത്മാവ് നിങ്ങളെ ശക്തിപ്പെടുത്തും. സ്ലീഹന്മാരുടെ മുൻപിൽ ഇനി എന്തു ചെയ്യണമെന്നറിയത്തില്ല. തങ്ങളുടെ ജീവനായിരുന്നവൻ, എല്ലാം ആയിരുന്നവൻ ഇതാ മരണപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇനി അവൻ ഞങ്ങളുടെ കൂടെ ഇല്ല. ഇനി എന്ത് ചെയ്യണം? വാട്ട് ഈസ് നെക്സ്റ്റ്? ഇനി എന്ത് എന്നൊരു ചോദ്യത്തിൻ്റെ ഉത്തരമാണ് പരിശുദ്ധാത്മാവ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഇങ്ങോട്ട് നോക്കിയേ, പരിശുദ്ധാത്മാവ് നമ്മളിൽ ഉണ്ടോ? 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 എപ്പോൾ കിട്ടി? മാമോദീസായിൽ കിട്ടി. വീണ്ടും സ്ഥൈര്യലേപനത്തിൽ സ്ഥിരീകരിക്കപ്പെട്ടു. വീണ്ടും തീർന്നോ? ആദ്യ കുർബാനയിൽ കിട്ടി. തീർന്നോ? കുമ്പസാരത്തിലൂടെ കിട്ടിക്കൊണ്ടിരിക്കുന്നു. വീണ്ടും ആ വിശുദ്ധ കുർബാനയിലൂടെ കിട്ടിക്കൊണ്ടിരിക്കുന്നു അല്ലേ? പരിശുദ്ധാത്മാവിനെ നമുക്കിങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നു. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അടുത്തിരിക്കുന്നവരുടെ ചോദിച്ചേ ശരിയല്ലേ? ചോദിച്ചേ ശരിയാണ്, സമ്മതിച്ചു. എന്നിട്ട് വല്ല മാറ്റമുണ്ടോ? പരിശുദ്ധാത്മാവിനെ കിട്ടിയിട്ട് നമുക്ക് വല്ല മാറ്റമുണ്ടോ? വാ, ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അല്പം കൂടെ പരിശുദ്ധാത്മാവ് നമ്മളിലുള്ള പരിശുദ്ധാത്മാവ് നമ്മളെ ഒന്ന് മാറ്റിയാൽ കൊള്ളാം. അല്പം കൂടെ ഒന്ന് മെച്ചപ്പെട്ടാൽ നല്ലതാണ്. അങ്ങനെ ആഗ്രഹമുള്ളവരുന്ന കൈയുയർത്തിക്കേ. അല്പം കൂടെ ഒന്ന് മെച്ചപ്പെട്ടാൽ നല്ലതാണ്. അല്പം കൂടെ പരിശുദ്ധാത്മാവിൻ്റെ കൃപ കിട്ടിയാൽ നല്ലതാണ്. നല്ലൊരു കൈയടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തിക്കേ. ഹല്ലേലൂയ. അത് തന്നെയാണ് വിശുദ്ധ പൗലോസ് ശ്ലീഹ തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനം 1-ാം അധ്യായം 6-ാം തിരുവചനം. എൻ്റെ കൈവെപ്പിലൂടെ നിനക്ക് ലഭിച്ച ദൈവീക വരങ്ങളെ വീണ്ടും ഉജ്ജ്വലിപ്പിക്കണമെന്ന് ഞാൻ നിന്നെ അനുസ്മരിപ്പിക്കുന്നു. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ.
എൻ്റെ കൈവെപ്പിലൂടെ എന്ന് വെച്ചാൽ മാമോദീസായിലൂടെ, സ്ഥൈര്യലേപനത്തിലൂടെ, കൂദാശകളുടെ സ്വീകരണത്തിലൂടെ നമുക്ക് ലഭിച്ച പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യത്തെ നമ്മൾ വർദ്ധിപ്പിക്കണം. ചേർന്ന് പറയാം ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മളിലെല്ലാം ദൈവത്തിൻ്റെ ഈ ചൈതന്യമുണ്ട്. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് ചാർജ് ചെയ്യണം. അതിന് നമ്മളെ സഹായിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ഹല്ലേലൂയ. അല്ലേ, നമ്മളെല്ലാവരും മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നവരല്ലേ? ആണോ? അതെ, ശരിയാണ്, സത്യം. പ്രിയമുള്ളവരെ, നമ്മൾ എല്ലാ ദിവസവും മൊബൈൽ ഫോൺ ചാർജ് ചെയ്യാറുണ്ടോ? ഉണ്ടോ? എല്ലാ ദിവസവും ഒന്നല്ല, പല ആവർത്തി ചാർജ് ചെയ്താലേ നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ അല്ലേ? ചേർന്ന് പറയാം ഹല്ലേലൂയ. ഇങ്ങോട്ട് നോക്കിയേ, നമ്മൾ ഒരു ദിവസം മൊബൈൽ ഫോൺ ചാർജ് ചെയ്യാനായിട്ട് വെച്ചു, പ്ലഗിൽ കുത്തിയിട്ട് നമ്മൾ വെച്ചു. നമ്മൾ പോയി ഒരു 1.5-2 മണിക്കൂർ കഴിഞ്ഞ് വന്ന് നോക്കിയപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ ചാർജ് കയറിയിട്ടില്ല. അപ്പോഴാണ് സ്വിച്ചിലേക്ക് നോക്കുന്നത്, ഓണാക്കിയില്ല. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ നല്ല ഫോൺ ഉണ്ടായിട്ട് കാര്യമില്ല, ചാർജ് ചെയ്യാൻ വെച്ചാൽ കാര്യമില്ല, അതിൻ്റെ സ്വിച്ച് ഓൺ ആക്കണം, കറണ്ട് അതിൽ ചാർജ് കയറുന്നുണ്ടെന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം. ചെയ്യാറില്ലേ? മറ്റെന്ത് കാര്യം പറഞ്ഞാലും അത് ചെയ്യാറില്ലേ? ഉണ്ട്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഇതുപോലെ നമ്മളിലുള്ള പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യത്തെ നമ്മളിങ്ങനെ വർദ്ധിപ്പിക്കണം. ഈ പോപ്പുലർ മിഷൻ ധ്യാനത്തിലൂടെ നമ്മളെ എല്ലാവരും ഓർമ്മപ്പെടുത്തിയ കാര്യം ഇതാണ്. വിശുദ്ധ കുർബാനയിലൂടെ, കുമ്പസാരത്തിലൂടെ, കുടുംബ പ്രാർത്ഥനയിലൂടെ ഈ പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യത്തെ നമ്മളിങ്ങനെ സ്വീകരിച്ച് നമ്മളതിനെ വർദ്ധിപ്പിച്ച് എപ്പോഴും ചാർജ് ചെയ്യപ്പെടുന്ന വ്യക്തികളായിട്ട് നമ്മൾ ഓരോരുത്തരും മാറണം. ചേർന്ന് പറയാം ഹല്ലേലൂയ. വലതുകരമുയർത്തി സ്വരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. അതുകൊണ്ടാണ് നിന്റെ ബലഹീനതയിൽ ഞാൻ നിന്നെ ശക്തിപ്പെടുത്തും, അല്ലേ? ദൈവത്തെ കൂടാതെ ഒന്നും ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുകയില്ല. എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇന്ന് രാവിലെ അച്ഛൻ ഓർമ്മപ്പെടുത്തി, വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം, എത്രാം വചനം? എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ സാധിക്കുകയില്ല. യോഹന്നാൻ 15:5. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അതേ ദൈവം പറയുകയാണ്, ഞാൻ നിങ്ങളെ സഹായിക്കുവാൻ ഒരു സഹായകനെ അയക്കും. ഏതാണ് വചനം? യോഹന്നാൻ 14:16. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഈ സഹായകൻ വന്നു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ഫിലിപ്പി ലേഖനം 4:13. എന്നെ ശക്തനാക്കുന്നവനിലൂടെ, പറഞ്ഞേ, എന്നെ ശക്തനാക്കുന്നവനിലൂടെ എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കും. വലതുകരമുയർത്തി സ്വരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. ഇതുപോലെല്ലോ ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. എന്നെ പ്രാർത്ഥിച്ച്, എന്നെ ശക്തനാക്കുന്നവനിലൂടെ എല്ലാം ചെയ്യുവാൻ എനിക്ക് സാധിക്കും. കർത്താവായ ദൈവമേ, ഞങ്ങൾ ഏറ്റുപറഞ്ഞ ഈ വചനത്തിൻ്റെ അഭിഷേകത്താൽ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നല്ലൊരു കൈയടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുകേ. ഈ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ വിവിധങ്ങളായ ഫലങ്ങളാൽ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടും. ഇങ്ങോട്ട് നോക്കിയേ, നമുക്കൊന്ന് പഠിച്ചാലോ? ഈ 9 ഫലങ്ങളൊന്ന് പഠിച്ചാലോ? വലതുകരൊന്ന് ഉയർത്തിപ്പിടിച്ചേ, വലതുകരൊന്ന് ഉയർത്തിപ്പിടിച്ച്, എല്ലാവരും വലതുകരൊന്ന് ഉയർത്തിപ്പിടിച്ചേ. സ്നേഹം, പറഞ്ഞേ, സ്നേഹം, ആനന്ദം, സമാധാനം. സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ. സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം. വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമ്മുടെ ജീവിതത്തെ അടിമുടി മാറ്റും. പരിശുദ്ധ അമ്മ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചപ്പോൾ ജീവിതം അടിമുടി മാറുകയാണ്. ജീവിതം മാറുകയാണ്. രക്ഷകന്റെ അമ്മയായിട്ട് പരിശുദ്ധ അമ്മ മാറുകയാണ്. അതുപോലെ പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യം സ്വീകരിക്കുന്ന നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ വലിയ മാറ്റമുണ്ടാകും. പരിശുദ്ധാത്മാവ് നമ്മളെല്ലാവരെയും ശക്തിപ്പെടുത്തും, ബലപ്പെടുത്തും, കൈപിടിച്ച് നയിക്കും. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് വചനം ഇങ്ങനെ പറയുന്നത്, നീ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ നിന്റെ കാതുകളിൽ നീ ഒരു സ്വരം ശ്രവിക്കും,
ഇതാണ് വഴി, ഇതിലേ പോവുക. പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവിൻ്റെ സ്വരം നമ്മുടെ എല്ലാവരുടെയും കാതുകളിൽ കേൾക്കുവാൻ പാകത്തിന് നമ്മുടെ ജീവിതത്തെ പരിശുദ്ധാത്മാവിനോട് അടുപ്പിച്ച് നിർത്തണം. പരിശുദ്ധ അമ്മ അതാ പറയുന്നത്. പരിശുദ്ധ അമ്മ ഈ വിശുദ്ധ ഗ്രന്ഥത്തിൽ അവസാനമായിട്ട് പറഞ്ഞ ഒരു കാര്യം ഇതാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ കാനായിലെ വിവാഹ വിരുന്നിൻ്റെ സമയത്ത് പരിശുദ്ധ അമ്മ പറയുന്ന കാര്യം ഇതാണ്: അവൻ പറയുന്നത് ചെയ്യുവിൻ, അവൻ പറയുന്നത് ചെയ്യുവിൻ. അവൻ പറയുന്നത് ചെയ്യണമെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന പരിചാരകരോട് ഈശോ പറഞ്ഞു, കൽഭരണികളിൽ വെള്ളം നിറയ്ക്കാൻ. വെള്ളം നിറച്ചു, അത് അത്ഭുതമായിട്ട് മാറി. അവൻ പറയുന്നത് ചെയ്യണമെങ്കിൽ അവൻ പറയുന്നത് കേൾക്കണം. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞ് ഈശോ പറയുന്നത് കേൾക്കണം പറഞ്ഞേ. അതുകൊണ്ടാണ് വചനത്തിലൂടെ പറയുന്നത്, ഇതാ നീ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ നിന്റെ കാതുകളിൽ ഒരു സ്വരം നീ കേൾക്കും. ഇതാണ് വഴി, ഇതിലേ പോവുക. ദാറ്റ് ഈസ് ദ വിസ്പറിംഗ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദമാണ്, പരിശുദ്ധാത്മാവിൻ്റെ സ്വരമാണ്. ആ സ്വരം നമ്മൾ കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ നമുക്ക് ദർശിക്കുവാനായിട്ട് സാധിക്കും. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ദൈവപുത്രാംഗിക്കാരാധന, യേശുനാഥാംഗിക്കാരാധന. തിരുസന്നിധിയിൽ ശിരസ്സ് നമിച്ച്, കരങ്ങൾ കൂപ്പി ശിരസ്സ് നമിച്ച്, ആരാധന. തിരുസന്നിധിയിൽ ഇന്നു വന്നിടുവാൻ കൃപ നൽകിയതാ അങ്ങേക്കാരാധന. ഹോസാന ഹല്ലേലൂയ, ഹോസാന കൈകൾ വീശി ഹല്ലേലൂയ, എല്ലാവരും ഹോസാന ഹല്ലേലൂയ, ആരാധന. ഹോസാന ഹല്ലേലൂയ. ഗാനത്തിന്റെ വരികളോട് ചേർന്ന് പാടാം, നമുക്കൊരുമയോടെ പ്രാർത്ഥിക്കാം. വെള്ളിച്ചിറകുകളാലേ പറന്നിറങ്ങണമേ പരിശുദ്ധാത്മാവേ. എല്ലാവരും കരങ്ങൾ യാചന രൂപത്തിൽ തുറന്നു പിടിച്ച് കണ്ണുകൾ അടച്ച് പരിശുദ്ധാത്മാവേ വെൺപ്രാവെന്നതുപോൽ ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് പറന്നിറങ്ങണമേ. ആഗ്രഹത്തോടെ പാടി പ്രാർത്ഥിച്ചേ. വെള്ളിച്ചിറകുകളാലേ പറന്നിറങ്ങണമേ പരിശുദ്ധാത്മാവേ. എല്ലാവരും ഇരുകരങ്ങളും ശിരസിൽ കമിഴ്ത്തി വെക്കുന്നു, ഇരുകരങ്ങളും ശിരസിൽ കമിഴ്ത്തി വെക്കുന്നു. ദൈവമേ, എൻ്റെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. സോളമൻ പ്രാർത്ഥിച്ചു, ദൈവമേ ഈ ജനത്തെ നയിക്കുവാൻ ജ്ഞാനം നൽകണമേ. എൻ്റെ വ്യക്തി ജീവിതത്തെ, എൻ്റെ കുടുംബത്തെ, ഞാനായിരിക്കുന്ന എൻ്റെ ജീവിത മേഖലയെ പ്രത്യാശയിൽ നയിക്കുവാൻ ജ്ഞാനം പകരണമേ, അറിവ് നൽകണമേ, ഉചിതമായ തീരുമാനങ്ങൾ എടുക്കുവാനുള്ള കൃപ നൽകണമേ. എൻ്റെ എടുത്തുചാട്ടത്തെ, പെട്ടെന്നുള്ള തീരുമാനങ്ങളെ, അസ്വസ്ഥപ്പെടുത്തുന്ന എല്ലാ മേഖലകളെയും എടുത്തു മാറ്റി വിശ്വാസത്തിൽ ആഴപ്പെടുത്തുവാൻ ദൈവമേ അങ്ങേ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനാൽ എൻ്റെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. ആഗ്രഹത്തോടെ പാടി പ്രാർത്ഥിച്ച് വെൺപ്രാവെന്നതുപോൽ വെള്ളിച്ചിറകുകളാലേ പറന്നിറങ്ങണമേ പരിശുദ്ധാത്മാവേ. നെറ്റിയിൽ കുരിശ് വരച്ച് നിങ്ങളെ തന്നെ വിശുദ്ധീകരിച്ച് ഇരുകരങ്ങളും കണ്ണുകളോട് ചേർത്ത് വെച്ച് വലതുകരം വലതു കണ്ണിൽ, ഇടതുകരം ഇടതു കണ്ണിൽ. ദൈവമേ, എൻ്റെ കാഴ്ചയെ നിന്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. നല്ല കാഴ്ച നൽകി എൻ്റെ ജീവിതത്തെ വിശുദ്ധീകരിക്കണമേ. നല്ലത് കാണുവാൻ എനിക്ക് കൃപ നൽകണമേ. പലപ്പോഴും ഈശോ അന്ധന്റെ കണ്ണുകളിൽ സ്പർശിച്ചിട്ട് ചോദിച്ചതുപോലെ, മോനെ നീ എന്ത് കാണുന്നു? ഞാൻ മനുഷ്യരെ കാണുന്നവർ മരങ്ങളെ പോലെ ഇരിക്കുന്നു. അവ്യക്തമായ കാഴ്ചകൾ, എൻ്റെ ചില മുൻവിധികൾ,
തെറ്റിദ്ധാരണകൾ, ഇന്ന വ്യക്തി ഇന്നതുപോലെ മാത്രമേ ആയിരിക്കുള്ളൂ, എൻ്റെ മുൻവിധികളെ, തെറ്റിദ്ധാരണകളെ, തെറ്റായ കാഴ്ചകളെ, കാഴ്ചപ്പാടുകളെ ദൈവമേ നിന്റെ പരിശുദ്ധാത്മാവിനെ ചൈതന്യത്താൽ വിശദീകരിക്കണമേ. നല്ലത് കാണുവാൻ കൃപ നൽകണമേ. ഇരുകരങ്ങളും കണ്ണുകളോട് ചേർത്ത് വെച്ച് സ്വരമുയർത്തി ചേർന്ന് പാടി പ്രാർത്ഥിക്കുന്നു. വെൺപ്രാവ് എന്നതുപോൽ കാഴ്ചയെ വിശദീകരിക്കണമേ. നല്ലത് കാണുവാൻ ഇരു കണ്ണുകളിലും കുരിശു വരച്ച് കണ്ണുകളെ വിശുദ്ധീകരിച്ച് ഇരുകരങ്ങളും കാതുകളോടൊന്ന് ചേർത്ത് വെച്ച് കാതുകളോട് ദൈവമേ എൻ്റെ കേൾവിയെ വിശദീകരിക്കണമേ. നല്ലത് കേൾക്കുവാനുള്ള കൃപ നൽകണമേ. വചനം ഓർമ്മപ്പെടുത്തുന്നത് പോലെ ഇതാ നീ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ നിന്റെ കാതുകളിൽ നീ ഒരു സ്വരം കേൾക്കും. ഇതാണ് വഴി, ദിസ് ഈസ് ദ വേ, ഇതാണ് വഴി, ഇതിലൂടെ നീ നടക്കണം, സഞ്ചരിക്കണം. ഈശോയെ, പരിശുദ്ധാത്മാവിലൂടെ അങ്ങ് പറഞ്ഞു തരുന്ന കാര്യങ്ങൾ കേൾക്കുവാൻ, അത് മാതാപിതാക്കളിലൂടെ, എൻ്റെ മുതിർന്നവരിലൂടെ, എൻ്റെ പ്രിയപ്പെട്ടവരിലൂടെ ദൈവത്തിൻ്റെ സ്വരം പരിശുദ്ധാത്മാവ് എനിക്ക് വെളിപ്പെടുത്തി തരുമ്പോൾ അത് കേൾക്കുവാൻ, ഉചിതമായ തീരുമാനമെടുത്ത് നന്മയുടെ വഴിയിലൂടെ നടക്കുവാൻ, നല്ലത് കേൾക്കുവാൻ എൻ്റെ കാതുകളെ വിശുദ്ധീകരിക്കണമേ. ആഗ്രഹിച്ച് പാടി പ്രാർത്ഥിച്ചേ. പറന്നിറങ്ങണമേ പരിശുദ്ധാത്മാവേ. ഇരു കാതുകളിലും കുരിശു വരച്ച് വിശദീകരിച്ച്, ഇരു കാതുകളിലും കുരിശു വരച്ച് വിശദീകരിച്ച് ഇരുകരങ്ങളും ചുണ്ടോട് ചേർത്ത് കണ്ണുകളടച്ച് ഈശോയെ, എനിക്ക് ഏറ്റവും അധികം വീഴ്ച വരുന്നത് എൻ്റെ സംസാരത്തിലാണ്. നല്ലത് പറയണമെന്ന് ആഗ്രഹിക്കുമ്പോഴും ഞാൻ പലപ്പോഴും മോശമായ കാര്യങ്ങൾ സംസാരിക്കുന്നു, തെറി വിളിക്കുന്നു, ചീത്ത വിളിക്കുന്നു, മറ്റുള്ളവരെ കളിയാക്കുന്നു, മറ്റുള്ളവരുടെ സൽപ്പേരിന് കളങ്കം ചാർത്തുന്ന വിധത്തിലുള്ള സംസാരങ്ങള്. എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും, കോപം വരും. പിന്നെ എന്താണ് പറയുന്നതെന്ന് എനിക്ക് പോലും അറിയത്തില്ല. ദൈവമേ, പരിശുദ്ധാത്മാവിന്റെ ചൈതന്യത്താൽ എൻ്റെ അധരത്തെ, പ്രവാചകൻ പറയുന്ന ദൈവമേ, ഞാൻ അശുദ്ധമായ അധരമുള്ളവനാണ്, അശുദ്ധമായ അധരങ്ങളുള്ളവരുടെ മധ്യേ വസിക്കുന്നു. ഇതാ പ്രവാചകന്റെ അധരത്തെ തീക്കനൽ കൊണ്ട് പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം അഗ്നിയാല് ശുദ്ധി ചെയ്തപ്പോൾ ദൈവത്തിന്റെ സ്വരമായി മാറി പ്രവാചകന്റെ അധരം. ദൈവമേ, എൻ്റെ സംസാരത്തെ വിശുദ്ധീകരിക്കണമേ, എൻ്റെ അധരത്തെ കഴുകണമേ, വിശുദ്ധീകരിക്കണമേ. പാടി പ്രാർത്ഥിച്ചേ. പറന്നിറങ്ങണമേ പരിശുദ്ധാത്മാവേ. അധരത്തിൽ ചുണ്ടിലൊന്ന് കുരിശു വരച്ച് വിശദീകരിച്ച് ഇരുകരങ്ങളെ ഹൃദയത്തോട് കുരിശാകൃതിയിൽ ചേർത്ത് പിടിച്ച് എൻ്റെ മനസ്സിനെ, എൻ്റെ ചിന്തകളെ, എൻ്റെ വിചാരങ്ങളെ, എൻ്റെ വികാരങ്ങളെ നിയന്ത്രിക്കണമേ. ദൈവത്തിൻ്റെ സാന്നിധ്യം കുടികൊള്ളുന്ന പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് എൻ്റെ ശരീരം. സക്രാരി പോലെ എൻ്റെ ശരീരത്തെ, എൻ്റെ ജീവിതത്തെ വിശുദ്ധിയോടെ കാത്തു സൂക്ഷിക്കുവാൻ, തെറ്റായ ബന്ധങ്ങളിലേക്ക്, പാപമേഖലകളിലേക്ക് വീണുപോകാതെ കാത്തുകൊള്ളണമേ. എൻ്റെ ശരീരത്തിൻ്റെ രോഗങ്ങളെ, മനസ്സിൻ്റെ ഭാരങ്ങളെ, സങ്കടങ്ങളെ, പ്രയാസങ്ങളെ, ആകുലതകളെ ഓ പരിശുദ്ധാത്മാവേ നീ എടുത്തു മാറ്റി എൻ്റെ ജീവിതത്തെ പൂർണ്ണമായി പവിത്രീകരിക്കണമേ. ആഗ്രഹത്തോടെ പാടി പ്രാർത്ഥിച്ചേ. പറന്നിറങ്ങണമേ പരിശുദ്ധാത്മാവേ. ഹൃദയത്തിൽ ഒരു കുരിശ് വരച്ച് ശരീരത്തെ വിശദീകരിച്ച് ഇരുകരങ്ങളും ഒന്ന് യാചനാരൂപത്തിൽ തുറന്നു പിടിച്ച് പ്രിയമുള്ളവരെ, ദിവികാരണീശോയിലേക്ക് നോക്കിക്കേ. നിങ്ങളിലുള്ള ഭയം, പേടി, ആകുലത, ഉത്കണ്ഠ, നിരാശ, അപകർഷതാബോധം, എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളുകയില്ല, ഞാൻ എന്ത് ചെയ്താലും ശരിയാവുകയില്ല
ഇതാ ഇങ്ങനെയുള്ള തെറ്റായ എല്ലാ മേഖലകളെയും ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ച് പരിശുദ്ധാത്മാവിന്റെ അത്ഭുതകരമായ ശക്തിയാൽ അപ്പസ്തോല പ്രവർത്തനം 1:8. എന്നാൽ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ദൈവമേ, പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ധൈര്യം നൽകണമേ, ആത്മവിശ്വാസം നൽകണമേ. ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുകയാണ്. ഒപ്പം നമ്മളിലുള്ള ചില ദുശീലങ്ങള്, ചില അടിമത്തങ്ങള് മാറിപ്പോകുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇരുകരങ്ങളും ഈശോയുടെ സന്നിധിയിലേക്കൊന്ന് ഉയർത്തിപ്പിടിച്ച് എല്ലാവരും 1 മിനിറ്റ് നേരം അതരം തുറന്ന് ഹൃദയം തുറന്ന് അച്ഛൻ പറയുമ്പോൾ സ്തുതിക്കുകയാണ്. അപ്പസ്തോല പ്രവർത്തനം 16-25 മുതലുള്ള വചനങ്ങളുടെ അഭിഷേകത്താല് അവര് സ്തുതിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അവരുടെ ബന്ധനങ്ങള്, ചങ്ങലകൾ പൊട്ടിപ്പോയതുപോലെ എല്ലാവരും സ്തുതിക്കട്ടെ. അതരം തുറന്ന് ഹൃദയം തുറന്ന് ഈശോയെന്ന് വിളിച്ച് എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, പരിശുദ്ധനെ ആരാധന. ഭയം, പേടി, ആകുലത, ഉത്കണ്ഠ, നിരാശ, തെറ്റായ ചിന്തകള്, ആത്മഹത്യാ പ്രവണതകള് യേശുനാമത്തിൽ മാറ്റപ്പെടട്ടെ. മുന്നോട്ടുള്ള പാതകളെ, വഴികളെ തുറക്കണമേ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ, ശക്തിപ്പെടുത്തണമേ, ബലപ്പെടുത്തണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. ചേർന്ന് പാടിക്കേ. പരിശുദ്ധ പരമമാ എല്ലാവരും ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. എൻ്റെ പേര് കിരൺ. ഞാൻ കല്ലാനോട് സെൻറ് മേരീസ് ഇടവാംഗമാണ്. ഞാൻ കല്ലാനോട് ഇടവകയിലെ യൂത്ത് വിങ്ങിലെ റെപ്രസെൻറ്റേറ്റീവാണ്. വളരെ വർഷങ്ങൾ കഴിഞ്ഞ് നടക്കുന്ന ഒരു ധ്യാനമാണ് പോപ്പുലർ മിഷൻ ധ്യാനം. ഈ ധ്യാനത്തിൽ ഒരു പ്രത്യേക ശുശ്രൂഷയുണ്ട്, ക്ഷമിക്കുന്ന ഒരു ശുശ്രൂഷ. അത് തിരി കത്തിച്ച് പരസ്പരം കൈമാറുന്ന ഒരു ശുശ്രൂഷയാണ്. അത് വളരെ ഒരു അനുഭൂതിയുള്ള ഒരു ശുശ്രൂഷയാണ്. എൻ്റെ ജീവിതത്തിൽ അതൊരു വലിയ തുടക്കത്തിനൊരു മാറ്റമായിട്ടുണ്ട്. ഈ തിരി തെളിക്കുന്ന ശുശ്രൂഷയിലൂടെ പരസ്പരം സ്നേഹിക്കാനും വിട്ടുവീഴ്ച ചെയ്യാനുള്ള ഒരു പ്രചോദനം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഇതിൽ ഒത്തിരി യുവജനങ്ങൾ പങ്കെടുത്തു. അങ്ങനെ ഈ ധ്യാനം വളരെ മനോഹരമായി വിജയകരമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് നടത്തിയ വൈദികർക്കും സന്യസ്തർക്കും എല്ലാവർക്കും നന്ദി പ്രത്യേകം പറയുന്നു.